ശ്രീ എ കെ മഷ്റഫ് എം എൽ എ നമുക്ക് ഫോൺ ചെയ്യുന്നു. ശ്രീ എ കെ മഷ്റഫ് എം എൽ എ, അങ്ങ് ഈ ദിവസം കർണാടകയിൽ തന്നെയുണ്ട്. ബാംഗ്ലൂർ പോയി അങ്ങ് നടത്തിയ പ്രത്യേക ചർച്ചകളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എം എൽ എ, ഇന്ന് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കൃത്യമായ സൂചന നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാവിലെ മുതൽ നേവിയും SDRF ഒക്കെ ഒരു ടീമായി തെരച്ചിൽ ആരംഭിക്കുമെന്ന് എല്ലാ ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എനിക്കും കോഴിക്കോട് MP-ക്കൊക്കെ ഉറപ്പ് നൽകിയതാണ്. പക്ഷെ രാവിലെ മുതൽ ഇവിടെ എത്തിയതിനു ശേഷം അർജുന്റെ ഫാമിലിയും ഇവിടെ എത്തിയിരുന്നു. ആ ഫാമിലിയോടും ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ നേരിട്ട് വിളിച്ച് ഞങ്ങൾ തെരച്ചിൽ ആരംഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ മുതൽ ആശയക്കുഴപ്പമാണ്. ഒരു തെരച്ചിലും ആരംഭിച്ചിരുന്നില്ല. ഉച്ചയോടുകൂടി സതീഷ് കൃഷ്ണശൈല MLA എത്തിയതിനു ശേഷം അദ്ദേഹം ധൈര്യസമേതം ഈശ്വർ മൽപ്പയെ വിളിച്ചു. ജില്ലാ ഭരണകൂടവുമായി ഏറ്റുമുട്ടിയിട്ട് അദ്ദേഹം ധൈര്യസമേതം ഇത്രയും നല്ല അനുകൂലമായിട്ട് വെള്ളം 2.1 നോട്ട്സിൽ നിൽക്കുന്ന സമയത്ത് ഈസിയായി തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മൽപ്പ ഇന്നലെ ഇറക്കിയ ഉടനെ ഒരു അരമണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് ഇതുവരെ നമുക്കൊരു തുമ്പ് പോലും കിട്ടാത്ത ഭാരത് ബെൻസിന്റെ ഒരു വീൽ ജാക്കി നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടി. അതൊരു ഏറ്റവും നല്ലൊരു സൂചനയായിരുന്നു. അതിനുശേഷവും ഇന്ന് രാവിലെയും 1-2 ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവശിഷ്ടങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് യഥാർത്ഥത്തിൽ നേവിയും SDRF-ഉം NDRF-ഉം ഈശ്വർ മൽപ്പയുടെ ടീമും മുങ്ങല് കൃത്യമായി ഒരു ഏകീകരണത്തോടു കൂടി ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാനും ഇവിടുത്തെ MLA-യും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ സ്പോട്ടിലാണുള്ളത്. ഇപ്പൊ ഈശ്വർ മൽപ്പ മുങ്ങിയിട്ടുണ്ട്. എല്ലാവരും വല്ലാത്തൊരു കൗതുകത്തോടു കൂടി ഈശ്വർ മൽപ്പ ഓരോ പൊങ്ങുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് കാത്തു നിൽക്കുന്നത്. ആദ്യ ഡൈവിൽ ഒരു സംഗതി കിട്ടി, അത് പക്ഷേ അത് നമ്മുടെ ലോറിയുടെ അല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ പറയുന്ന ലോറി ആവട്ടെ ടാങ്കർ ആവട്ടെ വലിയ ഒഴുക്കിൽ അതിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നല്ല പ്രതീക്ഷയാണല്ലേ MLA നൽകുന്നത്? 100%. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വലിയ ഒരു ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഒരു 100 മീറ്ററിനകത്ത് കൃത്യമായ ഒരു തെരച്ചിൽ നടത്തിയാൽ അന്നൊക്കെ ഇവർ തടസ്സം പറഞ്ഞത് വെള്ളത്തിന്റെ ഒഴുക്കിനെയാണ്. ഞങ്ങൾക്കത് മുങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ സമയത്ത് മുങ്ങിയാൽ വലിയ അപകടാവസ്ഥ മുങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ഏറ്റവും നല്ല തെളിഞ്ഞ വെള്ളം, ഒഴുക്ക് കുറവ്, പിന്നെ മഴയില്ല. ഈ സമയത്ത് ഇവർ നന്നായിട്ടൊരു ശ്രമം നടത്തിയാൽ ദിവസങ്ങളൊന്നും വേണ്ട, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് ട്രക്കിനെയും അർജുനെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള 100% വിശ്വാസത്തിലാണ്. ഇന്നത്തെ തെരച്ചിൽ ഒരു ടീം വർക്കോട് കൂടി നടക്കുന്നു എന്നുള്ളത് സംതൃപ്തി പകരുന്ന ഒരു കാര്യമാണ്. താങ്ക് യു MLA, താങ്ക്സ് ലോട്ട്. ഇടയ്ക്ക് വിളിക്കാം. എന്തായാലും MLA ഈ ദിവസങ്ങളിൽ നടത്തിയ ശ്രമങ്ങൾ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോവുകയും ബാംഗ്ലൂർ പോവുകയും ഉന്നത ഉദ്യോഗസ്ഥരെ കാണുകയും നമ്മുടെ കാർവാർ MLA കാണുകയും ഒക്കെ ഇന്നലെ എന്നാണ് മിനിഞ്ഞാന്ന് രാത്രി ഞാൻ എ കെ മഷ്റഫ് MLA എന്തായി എന്നറിയാൻ ഒന്ന് ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. ബാംഗ്ലൂർ പോയി അവിടെ ചർച്ചകളൊക്കെ നടന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് ഈ വിഷയത്തിൽ എടുക്കുന്ന വലിയ താല്പര്യം, വലിയ എഫർട്ടിന് കടപ്പെട്ടവരാണ് കേരളം. ഉറപ്പായി മഞ്ചേശ്വരം താങ്കി അങ്ങ് തുടരുക. അങ്ങ് അല്പസമയത്തിനകം വിളിക്കാം എന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 2.1 നോട്ട്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ആ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക്. എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാവണ്ണം കുറവാണ് എന്ന് തന്നെ പറയാം. അസാധാരണമെന്ന് പറയാൻ കാരണം ഗംഗാവലി പുഴയിൽ നമ്മൾ കണ്ടത് 6 മുതൽ 8, 8, 9, 12, 15 നോട്ട്സ് ഒക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അത്രത്തോളം അതിഭീകരമായ കുത്തൊഴുക്കിൽ നമ്മൾ കണ്ടതാണ്. ആ 12 എന്ന് പറഞ്ഞ നോട്ടിൽ നിന്നൊക്കെ 2.1 എന്നതിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ പുഴ അങ്ങേയറ്റം ശാന്തമാകുന്നു, അടിത്തട്ട് അങ്ങേയറ്റം ശാന്തമാകുന്നു. ഏറ്റവും നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് തന്നെ പറയാം. പുഴയിലേക്ക് നേവിയുടെ 2 സംഘം അല്പസമയത്തിനകം ഇറങ്ങാൻ പോവുകയാണ്. ഒരു സംഘം ഇപ്പോൾ തന്നെ ഡൈവ് തുടങ്ങിയിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നു. ഈശ്വർ മാൽപ്പ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഡൈവ് തുടങ്ങുന്നു. ഈശ്വർ മാൽപ്പയുടെ ആദ്യ ഡൈവിൽ തന്നെ അദ്ദേഹം ഒരു ഷാക്കിൾ സ്ക്രൂ എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ടാങ്കർ മറ്റു വാഹനങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു നീളൻ സ്ക്രൂ ഭാഗം നമ്മൾ കണ്ടെത്തി. അത് നമ്മുടെ വണ്ടിയുടേതല്ല, നമ്മുടെ ലോറിയുടേതല്ല, അത് അതിനടിയിൽ കിടക്കുന്ന ഗ്യാസ് ടാങ്കറിൻ്റെതാണ്. ഇപ്പോൾ 3ാമത്തെ ഡൈവിലേക്ക് പോകുന്നു. പക്ഷേ ഈശ്വർ മാൽപ്പ ഇപ്പോൾ ഡൈവ് ചെയ്തിരിക്കുന്ന മറ്റൊരു സ്പോട്ടിലാണ്. എന്ന് പറഞ്ഞാൽ സ്പോട്ട് 3, സ്പോട്ട് 4 എന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആ വലിയ മെറ്റൽ കണ്ടന്റ് കണ്ടെത്തിയ ആ സ്പോട്ടിൽ തന്നെ അല്ലെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്തേക്ക് മാറിയാണ്. ഒരു പക്ഷേ കുറച്ചെങ്കിലും ഈ ദിവസങ്ങളൊക്കെ കൊടിയ ഒഴുക്കാണ്. ആ ഒഴുക്കിൽപ്പെട്ട് നേരത്തെ ആ പ്രേക്ഷകരൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ അല്പമൊന്നും ഒഴുകി നീങ്ങിയിട്ടുണ്ടോ എന്ന സംശയമായിരിക്കാം. ആ ഭാഗത്തേക്ക് വേറൊരു സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് ഈശ്വർ മാൽപ്പ ഡൈവ്. അതേസമയം തന്നെ സോണാർ പരിശോധന ഈ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ആ സോണാർ പരിശോധനയിൽ കൂടുതൽ സിഗ്നൽ കിട്ടുന്നു. അതിന് കാരണം ഈ പുഴയ്ക്കടിയിൽ ഒരുപക്ഷെ മണ്ണ് മാറുമ്പോഴൊക്കെ കൂടുതൽ മെറ്റൽ കണ്ടന്റ് അതിനടിയിലുണ്ട്. കാര്യം ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ ടവറിൻ്റെ അടക്കം ഒരുപാട് ഭാഗങ്ങൾ അതിനിടയിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ സിഗ്നൽ കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ശക്തമായ സിഗ്നൽ കിട്ടി. ഇന്നലെയും ഏറ്റവും ശക്തമായ സിഗ്നൽ കിട്ടിയ ഭാഗം വൺകൂനയ്ക്കടുത്താണെന്നാണ് നേവി പറയുന്നത്. ആ മേഖലയിലേക്കാണ് നേവിയുടെ ഡൈവർമാർ ഇപ്പോൾ ചാടാൻ പോകുന്നത്, ജമ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ദിവസങ്ങളൊന്നും നമ്മൾ അവിടെ നിൽക്കുന്ന 12 ദിവസ ദൗത്യത്തിൽ ഒരൊറ്റ ദിവസം പോലും നേവിക്ക് ആ പുഴയാഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിന് പ്രധാന കാരണം അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് സൂയിസൈഡിലാകും, ആത്മഹത്യാപരമാകുമെന്ന മുന്നറിയിപ്പൊക്കെ അവർ കിട്ടിയതുകൊണ്ടാണ്.